എന്തൊക്കെയോ പൊട്ടത്തരം കാട്ടി എന്നിട്ട് ആ പാലായിട്ട് അടിപിടി കച്ചറ കൂടിയ ഷാനവാസ് ഹോസ്പിറ്റലായി. ഇവർക്ക് ഈ ഭക്ഷണം വെക്കാൻ നേരത്താണ് ഈ കച്ചറ കൂടാൻ നേരം. എന്തൊരു കച്ചറയാണ് ഇന്നിപ്പോൾ നൂറ് എന്തോ ഫ്രിഡ്ജിൻ്റെ അവിടെ കിടന്നിട്ട് ഓക്കുള്ള കച്ചറ ഉണ്ടാക്കണേ. എന്നിട്ട് ഓലുണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾ കഴിക്കില്ല, ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം ഇങ്ങനത്തെ ഇതാക്കി ഇവർ ആകെ ഇവരെ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. ഇവരൊക്കെ തന്നെയല്ലേ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കേണ്ട. പോകാൻ നേരം കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്താലോ പിന്നെ ഉമ്മ എടുത്താൽ കള്ളക്കണ്ണീരും കരഞ്ഞാലും സ്നേഹമാവില്ല. എപ്പോഴെങ്കിലും നല്ലപോലെ എനിക്ക് സ്നേഹിച്ചൂടെ? ഇറും കച്ചറ കൂടുക, കച്ചറ എമ്മാരി കച്ചറ. ഇതാണ് ബിഗ് ബോസിൻ്റെ അർത്ഥം തന്നെ, കച്ചറ കൂടുക എന്നുള്ളതാണ്. ലേശമൊക്കെ വേണം. ഇതിപ്പോൾ ഒരു 5-8 ആൾക്കാർ ഒരു കാറിൽ കുത്തി കുടിച്ചിന് കൊള്ളണോ ഇല്ല, അറ്റിങ്ങളാക്കിടന്ന് ടൂറ് പോയി. ആ കാറ് പോണില്ല. കാർ ഓടിക്കുമ്പോൾ അനീഷിനൊന്നും പറയില്ല, എതിർപ്പും പറയില്ല, ഒന്നും പറയില്ല. അനീഷാണ് ഇത്തിരി മനുഷ്യത്തുള്ളത്. ആ ഷാനവാസ് ഇവന് പറ്റിയപ്പോൾ ഓനാണ് ആശുപത്രി കൊണ്ടുപോകാനോ കഴിഞ്ഞ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു കളിക്കാൻ കൊണ്ടുപോകാനൊക്കെ. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ ഭക്ഷണം കഴിക്കില്ല തെറ്റിയിട്ട്. എന്നിട്ട് കഴിച്ചോളി മക്കളെ ഓനാ വിളിക്കുന്നത്. കുട്ടികളാരും അങ്ങോട്ടും കേട്ടു. മനീഷ് വീണിട്ട് പിന്നെ അക്ബറും ഇവരൊക്കെ പറഞ്ഞ് അത് അഭിനയിക്കുകയാണ്, അങ്ങനെയൊക്കെ പറയല്. ഇവർക്ക് ഇവരെന്നെയാണ് ഇപ്പൊ ഇവരെ ഈ 5-6 5-6 എന്നാലും ഓവറായിട്ട് തല്ലുകൂടാൻ എത്ര ഇത് 7ാമത്തെ സീസണാണ്. 6 ഇങ്ങനെ കച്ചറ ഉണ്ടായിട്ടില്ല. എന്നാലും അവര് ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കുന്ന സമയത്ത് ഇമ്മാതിരി കച്ചറ ഉണ്ടായിട്ടില്ല. ഇതൊന്നിനും പരസ്പര സ്നേഹം എന്ന് പറഞ്ഞത് ഇത്തിങ്ങളെ ഹൃദയത്തിന്റെ അടുത്ത് കൂടെ പോയിട്ടില്ല. സ്നേഹം ഷാനവാസ് അവനോട് നല്ല പോലെയല്ല, സുഖമില്ല. ഷാനീഷ് ഭാവിയായിരുന്നു, ഷാനവാസ് ഒരു കള്ളന്റെ ലക്ഷണത്തിലുണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെ ടീമൊന്നും തോന്നുന്നു ഇതുവരെ ആർക്കും തോന്നൂല. ആർക്കും ഇത് ട്രോഫി ഞങ്ങൾ അർഹതയില്ല. ഒരു പ്രത്യേക അവതാരണ സംവിധാനം ഇവിടുന്നോ വെണ്ണി അത് കൊണ്ടുവന്ന കുറേ എണ്ണത്തിന് നമുക്ക് തോന്നുന്നു. ഒരു പ്രത്യേകത ഒരു കാണുന്നുണ്ടെന്നുള്ളൂ. ഒരു ഇതല്ലേ ടച്ച് കുറവ്. അതല്ല ഇഷ്ടം കാണാൻ. അപ്പോൾ ഒരു വയസ്സല്ലേ ഞങ്ങളെ പേരെന്തേനി ഡോക്ടറായിട്ട് വയസ്സായ അയാളെ നല്ലതേന്. അതിൻ്റെ മുന്നുള്ളവരൊക്കെ നന്നായിരുന്നു. ഇത് എന്താ പറയാ, അത് വെറും എങ്ങനെയൊക്കെ അടി കൂടാൻ കഴിയോ? കാർ അനങ്ങണില്ല, പാവാണ്. നെവിനെ പറ്റി എന്താ അഭിപ്രായം? നെവിനെ നല്ലതേനി, പക്ഷെ നെവി ലാസ്റ്റ് വെച്ച് എന്തൊക്കെയോ പൊട്ടണ കൈയും കെട്ടി നിൽക്കണം, ഒന്നും ഉണ്ടല്ല. ആരോടൊന്നും ഇവിടെ ബാക്കിലെ കൈയും കെട്ടി നിൽക്കണം. അല്ല അത് സാബുള്ള. അപ്പൊ നെവി ഔട്ടായോ അറിയില്ല. നെവി എന്തെങ്കിലും കേട്ടോ? അയ്യോ ഷാനവാസും ഇല്ല. നെവി പാവായിരുന്നു. പിന്നെ നെവിനെ എല്ലാവരും കൂടി ഇങ്ങോട്ട് ദേഷ്യം പിടിപ്പിച്ചിട്ടാണ് ദേഷ്യം പിടിച്ചത്. കുറച്ചൊരു ബുദ്ധിയില്ലാത്ത പോലെ കാട്ടിയാലും അവന് സ്നേഹമുള്ള സ്വഭാവമാണ്. പിന്നെ ഇവരെല്ലാരും കൂടി എന്ത് പറഞ്ഞാലും തെറ്റാന്ന് ചൊറിഞ്ഞും കൊണ്ട് അനുവിന് അതിന് പ്രത്യേക സ്വഭാവമാണ്. അനുവിന് അത്ര വലിയ നല്ലതൊന്നുമല്ല. അനുവിന് ആദിലൊക്കെ ഒരു സ്ട്രോങ്ങിന്റെ ആൾക്കാരാണ്. കഴിഞ്ഞ് ഇറങ്ങോട്ടോ എവിടെയും പോകൂല. പിന്നെ സ്ട്രോങ് ആകുന്ന പെൺകുട്ടികളെ ഇഷ്ടമല്ല. സ്ട്രോങ് ആവണം. എടാ പോടാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പ്രായത്തിനനുസരിച്ചുള്ള ഒരു ബഹുമാനത്തോട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ല കൂട്ടുകാരാവണം. ഇത് കൂട്ടുകാരാവണ സംഭവേ വരെ ഇല്ല. ഇപ്പൊ 80 എത്ര ദിവസമായില്ലേ, ഒരു ദിവസം പോലും ഒരു സ്നേഹത്തോടൊരു കൂട്ടുകാരായിട്ടുന്നില്ല. നിങ്ങളൊക്കെ ഏതോ രാത്രി കിടക്കുമ്പോഴും പരസ്പരം കുറ്റം പറയാം, നീറ്റ് വന്നാലും കുറ്റം പറയാം, തിന്നുമ്പോഴും കച്ചറ, വെച്ചുണ്ടാക്കുമ്പോൾ പിന്നെ കച്ചറ കൊണ്ട് പൊടിപൂരോ. ഇതിപ്പോ എന്താ ഇതൊന്നൊരു ഉൾക്കൊള്ളാന്? ഒരു കുടുംബമായ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണോ ഇപ്പൊ ഇതിൽ ഉൾക്കൊള്ളാനുള്ളത്? എന്നുള്ളതാണോ ഇത് ഉൾക്കൊള്ളാനുള്ളത്? ഒന്നും മനപ്പാടാക്കാൻ ഉൾക്കൊണ്ട് പഠിക്കാൻ പറ്റിയത് ഒന്നുമില്ല. അപ്പോൾ അതൊന്നും നിശ്ചയത്തെ മക്കളെ എനിക്ക് ഇതാവും ഇപ്പോൾ കുറേ ആൾക്കാർ കൂടിയ കച്ചറ ഉണ്ടല്ലോ ഇപ്പോൾ രസം കണ്ടാ എന്തൊക്കെയാ പറയണത്. ചെക്കൻ പൊഴിഞ്ഞു. പേളിമാനിന്റെ ഒക്കെ നല്ല ഇഷ്ടം. ഞാൻ ശ്രീനിയൊക്കെ നല്ല രസമാണ്. അതിങ്ങളൊന്നും ഇങ്ങനെ എപ്പോഴും കച്ചറ കൂടില്ല. രഞ്ജിനി ഹരിദാസൊക്കെ വന്നില്ല. രഞ്ജിനി ഹരിദാസൊക്കെ വന്നില്ല. അതൊന്നും അത്ര കച്ചറ ഇല്ല. ഇത് വെറും അടി പിടി കച്ചറ, വെറും പരിക്കേൽപ്പിക്കുക.
അയ്യേ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വോട്ട് കിട്ടും തോന്നുന്നുണ്ടോ? ആരോട് അല്ല ഓല അതന്നെ PR എന്നൊക്കെ ഉണ്ട് വാങ്ങിക്കൊണ്ട് പൈസേൻ്റെ ഒക്കെ എന്താ റെക്കമെൻഡ് ഉണ്ടെന്നൊക്കെ അല്ലേ പറഞ്ഞു. സത്യമാണോ കൊള്ളാണെന്ന് അറിയില്ല. എന്താണ് അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ. ഇത് ബിഗ് ബോസ് പോണതിൻ്റെ മുന്നേ ഒരു കമ്പനി വന്ന് വിളിക്കുകയല്ലോ, അങ്ങനെ PR എന്താന്നൊക്കെ പറഞ്ഞു, ഇതൊക്കെ ഇത്രയോ പൈസ കൊടുക്കും എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം വരെ അങ്ങനത്തെ ഒരു സംഭവം കേട്ടിട്ടില്ല. ഇക്കൊല്ലം പകുതി കഴിഞ്ഞതിന് ശേഷം ആ സംഭവം തന്നെ അറിയണത്. അവരിവിടെ ഇങ്ങനെ നിൽക്കുന്നേ. പക്ഷെ ഇതെന്താ എനിക്ക് ഒരു ഒറ്റ കാര്യം, ഈ ബിഗ് ബോസിലുള്ള പോലെ എത്രയോ വലിയ വലിയ ആൾക്കാരാണ് ഈ മക്കള്, ആർട്ടിസ്റ്റായിട്ടും പലരും ആൾക്കാരാണ്. അവർക്ക് നേരത്തെ നല്ലപോലെ ഭക്ഷണം അവർക്ക് കിട്ടണില്ലല്ലോ. പാവല്ലത് ഇന്ന് അനീഷ് ഗ്യാസ് നിറഞ്ഞ് കുറേ ഛർദ്ദിച്ച് പറഞ്ഞു. കുട്ടികളൊക്കെ വിശന്നിട്ട് വയ്യോ വല്ലതും തരിയോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. അപ്പോൾ ഇവർക്ക് ഈ ഭക്ഷണത്തിന് കൊടുക്കാനുള്ള പൈസ ബിഗ് ബോസിന് ഇല്ലേ? എന്താ അവർക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കുക തന്നെ? കുട്ടികളൊക്കെ നല്ല നല്ല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ വീട്ടുകാരല്ലേ, കുട്ടികളല്ല. അവർക്ക് നേരത്തെ ഇത് പോയിട്ടില്ല, ഇത് ഭക്ഷണം താടി ഇതെന്ത് പോഞ്ഞ് അത് പോയിട്ടില്ല. അപ്പോൾ അതിന് അങ്ങനെയൊക്കെ കൊടുത്തൂടെ? എന്നിട്ടൊക്കെ ബാക്കി പൈസ അവർക്ക് ശമ്പളമായിട്ട് കൊടുത്താൽ പോരെ? വിശന്നിട്ട് എല്ലാരും മെലിഞ്ഞില്ലേ? മെലിഞ്ഞ്. പിന്നെ ഉണ്ടാക്കണ ഭക്ഷണം ഒരു വൃത്തിയും വെടുപ്പും ഒരു ശുദ്ധിയോടുകൂടി ഉണ്ടാക്കുകയാണെങ്കിൽ വേണ്ടില്ലോ, ഒരു തുപ്പൽ കളിയോണ്ട് കളിയാണ്. വർത്താനം പറയും, ഭക്ഷണം ഉണ്ടാക്കും വർത്താനം പറയുന്നത് അവർ പഠിച്ചത് എന്നത്. ഇവർ എങ്ങനെയൊക്കെ വർത്താനം പറയുമോയെന്ന് ചോദിച്ചാൽ അമ്മമാര് വർത്താനം പറഞ്ഞിട്ട് കച്ചറ കൂടിയിട്ട് സന്തോഷത്തോടു കൂടി ഒരു കഞ്ഞി കൊടുത്താലോ സ്നേഹത്തോടു കൂടി കൊടുത്താൽ ആ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നത് ഇവര് എന്തുണ്ടാക്കിയാലും കച്ചറ കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവുമോ? തടിക്ക് പിടിക്കുകയോ? വെറുതെ അല്ലെങ്കിലും മെലിയണത് ഇങ്ങനെ കച്ചറ കൂടിയ ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ്. ഒരു രസമില്ല പരിപാടികൾ. എനിക്കൊന്ന് അടുക്കളയിൽ കയറാൻ നിശ്ചയില്ല. ഇങ്ങനെ എങ്ങനെയെങ്കിലും നല്ലപോലെ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ അപ്പോഴേക്ക് കച്ചറ കൂടി അത് കൊളാക്കും. എന്നിട്ട് ഞങ്ങൾക്ക് കട്ടിക്കാൻ പിന്നെ ഞങ്ങളുടെ 2 ആഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ. 2 ആഴ്ച കൊണ്ട് വെച്ചിട്ട് പോയി കിട്ടിയാൽ തീരുന്നുണ്ടാവും. ഒറ്റങ്ങൾക്കും കഷ്ടപ്പെട്ടുന്നു പോരാനും വയ്യ. എന്നിട്ട് അവനൊക്കെ ഉച്ചയ്ക്ക് നോക്കിയാൽ നല്ല അവസരമായിന്. ഓ അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കുമല്ലോ. അതിപ്പോ ടൂറ് പോകാൻ തന്നെ വണ്ടി കയറിയതാണ്. ചൂടെടുത്ത് ചാവണ എങ്ങോട്ടുണ്ട്. ഞാനാ വിചാരിച്ച് ഇവരെ ടൂറ് ഉണ്ടാകാൻ അതായിരിക്കും ടാസ്ക്. ചൂടെടുത്ത് കുറെ പേര് ഇറങ്ങി. ഇന്നലെ മിഞ്ഞാന്നെ ശൂലം യേശുക്രിസ്തു നിക്കണ മാതിരി ഇങ്ങനെ കൈ വെച്ചും കാല് വെച്ചും നിക്കുക. 1 മണി 2 മണി 3 മണി 10 മണി അറിഞ്ഞ് ഇങ്ങനെ നിർത്താതെ 5-8 മണിക്കൂർ നേരം ഒരു കുട്ടികൾ ഇങ്ങനെ നിൽക്കുക. പെറ്റ തള്ള സഹിക്കുകയോ? ആണ്. എന്നിട്ട് അവസാനം ആരാ അനുവൊക്കെ ഒഴിഞ്ഞ് സാബ് പറ്റിയാൽ കരുതിയിലായത്. 1-2 ആൾക്കാരൊക്കെ ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല, ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. ഇതിപ്പോൾ രാത്രി വരുന്നോണ്ട് കാണാൻ കഴിയുന്നില്ല. കുറേ ഭാഗം ശരിക്കും ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടിട്ട് എനിക്കറിയില്ല. അവാർഡൊക്കെ ആർക്ക് കിട്ടും? ദൈവത്തിന് അറിയാം. കിട്ടുന്നത്. ശരി. ശരി.